ബിസിനസ്സുകാർക്കോ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന്, അവരുടെ കസ്റ്റമർ ബേസ് വർദ്ധിക്കും. ആളുകൾക്ക് കടം തരാം എന്ന് പറയുമ്പോൾ, പലിശയില്ലാതെ കടം തരാം, നിങ്ങൾ വാങ്ങിക്കോളൂ, ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഉന്മേഷം കൂടും, ഒരു ഉത്സാഹം കൂടും. ഇതിൻ്റെ പേരാണ് ഫാൾസ് പവർ ഫോർ പർച്ചേസ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 25,000 രൂപയുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഒരു 20,000-ൻ്റെ മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങും, മാക്സിമം 25. എന്നാൽ നിങ്ങൾക്ക് കടം തരാൻ ആളുണ്ട്, പലിശയില്ല എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു 50,000 രൂപയുടെ ഫോൺ വാങ്ങാമല്ലോ, പിന്നീട് തിരിച്ചടച്ചാൽ മതിയല്ലോ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള പവറില്ല. പക്ഷേ ഇങ്ങനൊരു കടം ഓഫർ ചെയ്യുക വഴി നിങ്ങൾക്കൊരു ഫാൾസ് പർച്ചേസിങ് പവർ കൂടുന്നു. ഇങ്ങനെ വാങ്ങുമ്പോൾ ഈ കമ്പനിക്കാരുടെ, ഈ ഉൽപ്പാദകരുടെ, ഈ ബിസിനസ് ആളുകളുടെ കസ്റ്റമർ ബേസ് വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അവർ ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു. ഒരു മൊബൈൽ ഫോണിൽ 5,000 രൂപ കുറവുണ്ട്, ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം വാങ്ങുമ്പോൾ 5,000 രൂപയുടെ കുറവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലാഭം കുറഞ്ഞാലും ബിസിനസ്സിൻ്റെ വോള്യം കൂടുന്നു. അങ്ങനെ കുറഞ്ഞ സമയത്തിൽ അവർക്ക് ഒരുപാട് പണം അവരുടെ കയ്യിൽ തിരിച്ചെത്തുന്നു. ഇതും ഒരു ട്രിക്കാണ് അവർ കളിക്കുന്നത്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ എത്തി, മൊബൈൽ സാർവത്രികമായി, ഇനി ആരും മൊബൈൽ വാങ്ങില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? പുതിയൊരു മോഡൽ മൊബൈൽ ഇറക്കും. എന്നിട്ട് പറയും, ന്യൂ ലോഞ്ചിങ് പ്രോഡക്റ്റിന് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയും. ഇതിനെയാണ് ബിസിനസ്സിൽ പ്രോഡക്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുക. ഒരാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിട്ടും അത് മാറ്റിവെച്ച് അയാളെ കൊണ്ട് ഒരു പുതിയ സാധനം വാങ്ങിപ്പിക്കുന്ന തന്ത്രമാണ്. അതിന് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യണ്ടേ എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ തോന്നുക? നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പഴഞ്ചനായി പോയി, പുതിയതാക്കണം, അപ്ഡേറ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. ഈ അപ്ഡേറ്റിനുള്ള ഒരു ഓഫറും കൂടി കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായും അതിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകാർക്കും ബിസിനസ്സുകാർക്കും പരസ്പര പൂരകമായ പരസ്യങ്ങൾ കൂടി ലഭിക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഇത്ര ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡിനും പരസ്യം, അതേപോലെ തന്നെ ബിസിനസ്സിനും പരസ്യം, ഉൽപ്പന്നത്തിനും പരസ്യം. അങ്ങനെ ഈ പരസ്യത്തിൻ്റെ പ്രേരണ മൂലം ഈ സാധനം വാങ്ങാനെത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് 1% മുതൽ 3% വരെ ക്രെഡിറ്റുകാർ വസൂലാക്കുന്നത്. അത് അതിൻ്റെ പ്രത്യുപകാരമാണ്. അപ്പോൾ ബാങ്കിന് ഗുണമാണ്, ബിസിനസ്സുകാർക്ക് ഗുണമാണ്,